പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് പോയില്ലേ. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 2023 മെയ് മാസം 10 പുലർച്ചെയായിരുന്നു മദ്യലഹരിയിൽ കാലിൽ മുറിവുമായി എത്തിയ പ്രതി വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഷമീർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷമീർ, എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം? ഗുഡ് മോർണിംഗ്. ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇന്ന് 11 മണിക്കോടുകൂടി തന്നെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ കേസ് എടുക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും 12 മണിയോടുകൂടി, 1 മണിക്കൂർ ശേഷം 12 മണിയോടുകൂടി ഈ വിധി പ്രസ്താവം പുറത്തു വരും. എന്തായാലും കഴിഞ്ഞ ദിവസം കോടതി ചേർന്നപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു ഡോക്ടർ ആശുപത്രിയിൽ ചികിത്സ നടത്തുന്നതിനിടയിൽ ഈ രോഗിയാൽ കുത്തിക്കൊലപ്പെടുത്തുന്ന ഒരു സംഭവം. അത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണം. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ആവശ്യം. എന്തായാലും കോടതി ഏതു തരത്തിലുള്ള ശിക്ഷയായിരിക്കും ആ പ്രതിക്ക് നൽകുക എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഏതാണ്ട് 200-ലധികം രേഖകളും 22-ലധികം ദൃക്സാക്ഷികളും 70-ലധികം തൊണ്ടിമുതലുകളും അങ്ങനെ നിരവധി കാര്യങ്ങൾ കോടതിക്ക് മുമ്പിലേക്ക് എത്തി. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ പ്രതി സന്ദീപ് മാനസിക രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആനുകൂല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സുപ്രീം കോടതി വരെ സമീപിച്ചതാണ് ഈ കോടതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനം സുപ്രീം കോടതി ചില ശാസ്ത്രീയ പരിശോധനകൾ നടത്താൻ ആവശ്യപ്പെടുകയും ആ ശാസ്ത്രീയ പരിശോധനയിൽ പ്രതിക്ക് മാനസിക രോഗം ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. അത് പിന്നീട് സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷന് തെളിയിക്കേണ്ടി വന്നു. അതായത് പ്രതി പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ സൈക്കാട്രിക്കുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ വായിച്ചിരുന്നു. ഒപ്പം തന്നെ ഒരു സൈക്കാട്രിക് പേഷ്യൻ്റ് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് അദ്ദേഹം പഠിച്ചിരുന്നു. ഇതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ സന്ദീപിനെ ഇന്റർവ്യൂ ചെയ്തു. ഈ ഇന്റർവ്യൂവിൽ സന്ദീപിന് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ യാതൊരു പ്രകോപനവും കൂടാതെ വളരെ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയെ, അതും ആ ഡോക്ടർ ഇതിലേക്ക് വന്ന് ഹൗസ് സർജൻസി കഴിഞ്ഞ് വന്ന് പ്രാക്ടീസിലേക്ക് കടന്ന ഒരു പെൺകുട്ടിയെ മദ്യലഹരിയിലെത്തി അതിക്രൂരമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം സമൂഹ മനസാക്ഷിക്ക് പോലും ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. അത് അംഗീകരിക്കാൻ കഴിയാത്ത സംഭവമാണ്. അധ്യാപകനായ സന്ദീപാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തിയിരിക്കുന്നത്. എന്തായാലും വിധി എന്താണെന്ന് കേൾക്കാൻ കേരളം കാത്തിരിക്കുകയാണ്. ശരി ഷമീർ, ശരി. അപ്പം